പ്രിയമുള്ളവരെ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ ചിലവ് വരുന്ന ചികിത്സകൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെയുണ്ട്. ഇങ്ങനെ കോടികൾ ചികിത്സാ ചിലവ് വരുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ ഒട്ടേറെ ഉദാരമതികൾ തയ്യാറാകാറുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അകത്ത് ചികിത്സാ ആവശ്യത്തിന് വേണ്ടി നടക്കുന്ന പണപ്പിരിവുകൾ ഒട്ടേറെ വർദ്ധിച്ചിരിക്കുകയാണ്. പല ഭാഗത്തും കിഡ്നി മാറ്റിവെക്കാനും ക്യാൻസറിനും അതേപോലെ തന്നെ മറ്റ് ഒട്ടേറെ ചെലവ് കൂടിയ ചികിത്സാ സംവിധാനങ്ങൾക്കും വേണ്ടി ജനങ്ങൾ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഭിക്ഷാടനങ്ങൾക്ക് വേണ്ടി ഉദാരമതികൾ ധാരാളമായി പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരളമുള്ളത്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിനു വേണ്ടി പണം കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ നൽകിയ പണം ഏത് അർത്ഥത്തിൽ പ്രയോജനം ചെയ്തു എന്ന് അന്വേഷിക്കാറുണ്ടോ? പലപ്പോഴും അവരുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ചികിത്സാ ചെലവുകളൊക്കെ നടത്തി ചികിത്സ സ്വീകരിച്ച രോഗികൾക്ക് രോഗം സുഖപ്പെട്ടോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന പണം കൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന ചികിത്സകൾ കൊണ്ട് ആർക്കാണ് വാസ്തവത്തിൽ ഗുണമുണ്ടായത് എന്നെങ്കിലും അന്വേഷിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നു എന്നറിയപ്പെടുന്ന ഒട്ടേറെ പ്രഗത്ഭരായ മോട്ടിവേറ്റ് സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. ഈ മോട്ടിവേറ്റ് സ്പീക്കേഴ്സൊക്കെ തന്നെ ജനങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്ന രൂപത്തിൽ പല സന്ദേശങ്ങളും ദിനേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല പൊതുപരിപാടികളിലും ഇവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇവരൊക്കെ തന്നെ ജനങ്ങളുടെ ഉന്നമനവും അല്ലെങ്കിൽ സമാധാനപൂർണമായ ഒരു ജീവിതവും ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും അവരുമായി സഹകരിക്കാനും ഒക്കെ തന്നെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നവരുമാണ്. എന്നാൽ ഇത്രയും അധികം പണം, ഒരുപക്ഷെ ഒരു വർഷം കേരളത്തിൽ എത്ര കോടി രൂപയാണ് ആകെ മൊത്തം ചികിത്സാ സഹായം എന്ന പേരിൽ പിരിക്കുന്നത് കണക്കെങ്കിലും, ഇങ്ങനെ ഈ പണം ഏത് രൂപത്തിൽ ചെലവഴിച്ചു എന്നതിൻ്റെ ഓഡിറ്റിങ്ങെങ്കിലും, ഈ രൂപത്തിൽ ചെലവഴിച്ച പണം കൊണ്ട് എത്രത്തോളം ആളുകൾ ഗുണമുണ്ടായി എന്ന കണക്കെങ്കിലും നമ്മൾ കാണേണ്ടതില്ലേ? പക്ഷേ നമ്മൾ കാണുന്നത് കോടികൾ ചെലവഴിച്ച ശേഷം പോലും ആ പണം ഉപയോഗപ്പെടുത്തിയ ചികിത്സ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണെങ്കിൽ ഇത് പുറത്തു പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ധാരാളമായി പണപ്പിരിവ് നടത്തുകയും ഈ പണപ്പിരിവ് കൊണ്ട് രോഗികൾക്കോ അല്ലെങ്കിൽ പണം നൽകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് സ്പീക്കേഴ്സിനോ കാര്യമായ ഗുണമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഇവിടെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ സംവിധാനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും, അതുമാത്രമല്ല കേരള ജനങ്ങൾ വളരെ സാവധാനമായി രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും, ഓരോ വീടുകളിലും കിഡ്നി ഫെയിലിയറുടെ എണ്ണം, അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ താലൂക്കിലും കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിലും, നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് പിറകിൽ രഹസ്യം എന്തായിരിക്കും എന്ന് നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും വ്യക്തമാകുന്ന കാര്യം, ഈ ചെലവഴിക്കുന്ന പണങ്ങളൊക്കെ തന്നെ മറ്റാർക്കോ ഗുണം ചെയ്യുന്നു, അല്ലാതെ രോഗികൾക്കോ അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾക്കോ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആർക്കോ പ്രയോജനം ചെയ്യുന്നില്ല. ഞാനിത് പറയുമ്പോൾ ഒട്ടേറെ ആളുകൾ അക്യുപഞ്ചർ ചികിത്സയിൽ കടന്നു വന്ന ശേഷം അവർക്ക് അതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ചെലവുകളും പലപ്പോഴും അവരുടെ വീട് പോലും വിറ്റ സാഹചര്യത്തിന് ശേഷം പോലും അക്യുപഞ്ചർ ചികിത്സ കടന്നു വന്ന ശേഷം അവർ വല്ലാതെ പരിതപിച്ചുകൊണ്ട് പറയാറുണ്ട്, ഞാൻ ആദ്യമേ അക്യുപഞ്ചർ ചികിത്സക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ വീട് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഒട്ടേറെ പണം ചെലവഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ ചികിത്സകൾ ഒട്ടേറെ പണം ചെലവാക്കി, ഈ പണം ചെലവാക്കിയിട്ട് പോലും കാര്യമായി പ്രയോജനമൊന്നും ലഭിച്ചില്ല. എന്നാൽ അക്യുപഞ്ചർ ചികിത്സയിൽ കടന്നു വന്ന ശേഷം കാര്യമായ പണച്ചെലവൊന്നുമില്ലാതെ ഇനി ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച രോഗങ്ങൾ സുഖപ്പെടുന്നുണ്ട് എന്നുള്ളത് രോഗം സുഖപ്പെട്ട പലരും പിന്നീട് സ്വകാര്യമായി നമ്മൾ അറിയിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ കേരളത്തിൽ ഓരോ വർഷവും എത്ര കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി സമാഹരിക്കുന്നതെന്നും ഇതിൻ്റെ ഓഡിറ്റിംഗ് നടത്താൻ ഏതെങ്കിലും അർത്ഥത്തിൽ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ എത്രത്തോളം ഇതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്.
നമുക്കറിയാം എന്തിനാണ് കച്ചവടത്തിൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ഒരു കച്ചവടം ഗുണമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ലാഭമാണോ എന്ന് കണക്കാക്കണമെങ്കിൽ ഓഡിറ്റിംഗ് വേണം. എന്നതുപോലെ തന്നെ എത്ര കോടി രൂപയാണ് മലയാളികൾ ഓരോ വർഷവും ചികിത്സയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആ ചികിത്സക്ക് നൽകുന്ന പണം എത്രത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുകൊണ്ട് എത്രത്തോളം ജനങ്ങളുടെ രോഗം മാറി എന്നുള്ളതും അതുകൊണ്ട് എത്രത്തോളം ജനങ്ങൾക്ക് ആശ്വാസം കിട്ടി എന്നുള്ളതും അന്വേഷിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പണം തെറ്റായ രീതിയിൽ ചെലവഴിക്കപ്പെടാൻ അത് കാരണമാകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാ ഓരോ ഉദാരമതികളും അവരുടെ പണം നല്ല ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നില്ലെങ്കിൽ, ഒരു ഗുണവുമില്ലാത്ത ഒരു പ്രയോജനവുമില്ലാത്ത ആവശ്യങ്ങൾക്കാണ് പണം ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ പണത്തിൻ്റെ ഉപയോഗം ആകെ മൊത്തം കേരള സമൂഹത്തിൻ്റെ നഷ്ടക്കച്ചവടത്തിലേക്കാണ് കണക്ക് തെളിയിക്കുന്നതെങ്കിൽ അത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ലേ, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതില്ലേ, അതിനെപ്പറ്റി നമ്മൾ ആരെങ്കിലും ചോദിക്കേണ്ടതില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും ഇന്നും ഞാൻ ചില വാട്സപ്പ് സന്ദേശങ്ങളിൽ രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി ചികിത്സാ ചെലവിലേക്ക് സംഭാവന ചോദിക്കുന്ന അന്വേഷണങ്ങളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേങ്ങി കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും കാണാനിടയായി. ഏതായാലും ഇത്തരം വീഡിയോകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കേരളം നമുക്ക് സാധ്യമാകണം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാം എല്ലാവരും രോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ആരോഗ്യം കണ്ടെത്താൻ നാം എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പം നാം രോഗികളെ കണ്ടെത്താനും രോഗികൾക്ക് ചികിത്സ പണം എത്രത്തോളം ആവശ്യമുണ്ട് അത് കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ആരോഗ്യം കണ്ടെത്താൻ നാം എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പണം, മലയാളികളുടെ പണം വളരെയധികം ലോകത്ത് മറ്റ് സമാനതകളില്ലാത്ത അത്രയും അധികം ചികിത്സാ ചെലവിൻ്റെ പേരിൽ ചെലവഴിക്കപ്പെടുന്നു. പക്ഷേ ഇതൊന്നും ലക്ഷ്യം കാണുന്നവയല്ല. പക്ഷേ ഇത് ഏതോ അർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.